എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരങ്ങൾ. ഇന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയുടെ തുടർച്ചയായിട്ട് സ്വാമി മുക്താനന്ദ പിതൃലോകത്തിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നോക്കാൻ പോവുകയാണ്. ഇതിൽ വളരെ സ്വാരസ്യമായിട്ടുള്ള ഒരു കഥയുണ്ട്. ആ കഥയ്ക്ക് സപ്പോർട്ടായിട്ട് ഇനിയൊരു ഉപകഥയും ഉണ്ട്. അപ്പം രണ്ട് കഥയും ഇന്ന് നമുക്ക് നോക്കാം. അതായത് അദ്ദേഹം പറയുന്നത് ഈ ഏക്നാഥ് മഹാരാജ് എന്നുള്ള ഒരു മഹാനെക്കുറിച്ചുള്ള കഥയാണ് ഇത്. ഏക്നാഥ് മഹാരാജ് എന്ന് പറയുന്ന ഒരു മഹാൻ എന്ന് വെച്ചാൽ അദ്ദേഹം മുക്തി നേടിയ ഒരു നല്ല ഒരു ജന്മമാണ് അദ്ദേഹത്തിൻ്റെ ജന്മം. അപ്പം ഈ ഏക്നാഥ് മഹാരാജിനെ കുറിച്ച് ആ ഏരിയയിൽ ഒരു കഥ പറയാറുണ്ട്. ആ കഥയെ മനസ്സിലാക്കാൻ വേറൊരു ഉപകഥയും കൂടെയാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് മുക്താനന്ദ ആ ഉപകഥയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് ഒരിടത്ത് നമ്മൾ കഥ പറയുന്നില്ലേ, അതുപോലെ ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. ആ ആട്ടിടയൻ്റെ പേര് രാംജ. ഒരു ആട് മേയ്ക്കുന്ന ഒരു പയ്യൻ. പയ്യനല്ല, ഒരാളാണ്, വളർന്ന ഒരാൾ. അപ്പം ഈ ആട്ടിടയൻ വലിയ പണക്കാരനാണ്, നല്ല പണമുള്ള ആൾ. അയാളുടെ വീട്ടിൽ കാന്തോബ എന്നുള്ള ഒരു ദൈവത്തിൻ്റെ പ്രതിമയും ആ കാന്തോബ ദൈവത്തിന് ഒരു വാഹനം, ഒരു പ്രതിമ, വേറൊരു പ്രതിമയും ഉണ്ടായിരുന്നു. എന്തൊരു വാഹനം എന്ന് വെച്ചാൽ കുതിരയാണ്. കാന്തോബയ്ക്ക് വാഹനം കുതിര. അപ്പം ഇദ്ദേഹം നല്ല പണമുള്ള ആളാണല്ലോ. അപ്പം സ്വർണത്തിൽ ഒരു പ്രതിമ ചെയ്തു. ആർക്ക്? കാന്തോബയ്ക്ക്. ആ കാന്തോബയുടെ വാഹനവും സ്വർണത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ആ കുതിര വാഹനം ഉണ്ടല്ലോ, കാന്തോബയെക്കാട്ടിലും വലിയ സൈസാണ്. അങ്ങനെ ചെയ്ത് ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരുന്നു. പൊതുവേ ഒരു ചൊല്ലുണ്ട്, ആരുവേ കുറേ നാൾ, അതായത് ജന്മം പൂരാൻ പണക്കാരനായിട്ടും അല്ലെങ്കിൽ ആ ജന്മം പൂരം ദാരിദ്ര്യവാസിയായിട്ടും ഇരിക്കാറില്ല. അതായത് നമ്മളുടെ ഇടയിലുള്ള ഒരു സംസാരമാണത്. അപ്പം തമിഴ്നാട്ടിൽ പറയും, ആരും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് 30 വർഷം ഓഹോന്ന് ജീവിച്ചവനുമില്ല. ആരും ഈ 30 വർഷം ഭയങ്കര പ്രയാസത്തിൽ ജീവിച്ചവരും ഇല്ല എന്നൊരു നിഗമനം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആരും ഇപ്പോൾ നമുക്ക് 120 വർഷമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത്. വെറുതെ നമ്മൾ 100 വർഷമൊന്നും പറയും, 100 120 വർഷമോ വെച്ചോണം. അതിൽ ഒരാൾ 100 വർഷവും ഓഹോന്ന് ജീവിച്ചതുമില്ല. ഓഹോന്ന് വെച്ചാൽ നല്ല പണം, പ്രതാപം, പേര് എല്ലാം കൊണ്ട് ജീവിച്ചതുമില്ല. ജനിച്ച തൊട്ട് 100 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആ 100 വർഷവും കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് മരിക്കുന്ന ഒരാളും ഇല്ല. അതിൻ്റെ അർത്ഥം സുഖവും ദുഃഖവും മാറി മാറി വരും. അതുപോലെ ഈ പണം, പ്രതാപം, സമ്പത്ത്, ദാരിദ്ര്യം ഇതെല്ലാം കൂടെ മാറി മാറി വരും. അതിൻ്റെ അർത്ഥം അതാണ്. അത് അപ്പം പരക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു ചൊല്ലാണ് ഇങ്ങനെ. അതിന് ഒരു കാര്യം പൊതുവേ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സമ്പത്തും ദാരിദ്ര്യവും ഈ ഒരു അമ്മയുടെ 2 മക്കളായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഒരു അമ്മയുടെ 2 മക്കൾ. ഒരു മകൻ സമ്പത്തിനെ പ്രതിപാദിക്കുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു. ഇനിയൊരു മകൻ ദാരിദ്ര്യത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പം ഈ 2 മകൻകളും ഒരേ സമയത്ത് ഒരേ ഇടത്ത് ഇരിക്കാൻ ഒക്കത്തില്ല. അപ്പം അവർ തമ്മിൽ ഒരു അഗ്രിമെൻ്റാണ്. ആദ്യം ഒരു വീട്ടിൽ സമ്പത്തിനെ സൂചിപ്പിക്കുന്ന ഒരു മകൻ കയറിയിരുന്നാൽ കുറേ നാൾ അവിടെ അവൻ താമസിക്കും. പിന്നെ പറയും,
അവൻ്റെ സഹോദരനെ കണ്ടിട്ട്, ഞാൻ കുറേ നാൾ ഇവിടെ താമസിച്ചു, എനിക്ക് മതിയായി, എനിക്കിനി റെസ്റ്റ് വേണം, ഞാൻ ഇവിടുന്ന് വിട വാങ്ങുവാണ്, നീ വന്ന് കുറച്ചുകൂടെ നാൾ ഇവിടെ ഇരി എന്ന് അവൻ്റെ സഹോദരൻ ദാരിദ്ര്യത്തിനെ പ്രതിപാദിക്കുന്ന അനിയൻ്റെ അടുത്ത്, സഹോദരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മൂത്തവൻ വിട വാങ്ങും. പിന്നെ അനിയൻ കയറിയിരിക്കും. അങ്ങനെ അവർ മാറി മാറി ഷിഫ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഒരാൾ അല്ലെങ്കിൽ ഒരു കുടുംബം സർവ്വസദാകാലവും ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുകയില്ല, സദാകാലവും കാശിൽ സുഖിക്കത്തുമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെയാണ് എല്ലാ കാര്യവും, എല്ലാത്തിനും ഈ വാദം പ്രതിവാദം എന്ന് പറയുന്ന പോലെ ഒരു സുഖമുണ്ടെങ്കിൽ ഒരു ദുഃഖമുണ്ട്, പണമുണ്ടെങ്കിൽ ദാരിദ്ര്യമുണ്ട്. അങ്ങനെയാണ് ഈ എല്ലാ ഗുണങ്ങളും മാറി 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 വരുന്നത്. അപ്പം ഈ രാംജ എന്നുള്ള ആട്ടിടയൻ വലിയ പണക്കാരനായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പം അവന് ദാരിദ്ര്യം പിടിച്ചു. അവൻ്റെ പണമെല്ലാം കുറഞ്ഞു, അവന് ദാരിദ്ര്യം തുടങ്ങി. അപ്പം മൂത്ത ആൾ വിട വാങ്ങിയതായിരിക്കാം. അപ്പോൾ ഇളയാൾ അവൻ്റെ വീട്ടിൽ കയറി. അപ്പം ദാരിദ്ര്യവും തുടങ്ങി. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലായപ്പം അവിടുത്തെ ആൾക്കാർ, ആ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇത്രയും നാൾ നല്ല സുഖസൗകര്യത്തോടെ ജീവിച്ചതല്ലയോ, നല്ല ഭക്തിയുണ്ട്, നല്ല പൂജയൊക്കെ ചെയ്യുമായിരുന്നു, എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്തുകൊണ്ടാണല്ലോ നിങ്ങൾ ജീവിച്ചേ. ഇപ്പം നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ അത് മാറും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ പൂജിക്കുന്ന കാണ്ടോബ പ്രതിമയെയും അതിൻ്റെ വാഹനമായ കുതിരയെയും കൊണ്ടുപോയി വിൽക്കി. നിങ്ങളുടെ കഷ്ടങ്ങളൊക്കെ മാറും, കഷ്ടവും ദുരിതങ്ങളും ഒക്കെ മാറും. പിന്നെ നിങ്ങൾക്ക് പണം ഉണ്ടാകും. പണം ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഇനിയൊരു കാന്തോബയും കുതിരയുടെ പ്രതിമയും ചെയ്താൽ പോരെ. ഇത് രണ്ടും നിങ്ങൾ സ്വർണത്തിലല്ലേ ചെയ്ത് പൂജിക്കുന്നത്, സ്വർണത്തിന് വിറ്റാൽ നല്ല പൈസ കിട്ടുമല്ലോ, അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം മാറുമല്ലോ എന്ന് ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ രാംജായും വിചാരിച്ചു, ശരിയാണ്, ഇത്രയും നാൾ ഞാൻ വെച്ച് പൂജിച്ചു, പക്ഷേ ഇപ്പോൾ എനിക്ക് ദാരിദ്ര്യം വന്നു, എനിക്ക് ഇവരെ വെച്ച് പുലർത്താൻ പറ്റുന്നില്ല, എന്നാൽ പിന്നെ ഞാൻ വിൽക്കാം, വിറ്റിട്ട് കാശുണ്ടാക്കാം, ജീവിക്കാം. പിന്നെ എനിക്ക് നേരെ നല്ല പഴയതുപോലെ കാശ് വരുമ്പം ഇതുപോലെ തന്നെ ഇനിയൊരു പ്രതിമ ഉണ്ടാക്കാം, 2 പ്രതിമ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇവർ പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞ് ഇവൻ ഈ 2 പ്രതിമകളെയും, അതായത് കാന്തോബാന്ന് ഇവൻ പൂജിക്കുന്ന സ്വർണ്ണ പ്രതിമയും ദൈവത്തിൻ്റെ പ്രതിമയും ആ ദൈവത്തിൻ്റെ വാഹനമായ കുതിരയുടെ പ്രതിമയും സ്വർണ്ണ പ്രതിമയും 2നെയും എടുത്തുകൊണ്ട് പോയി തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി, ഒരു കടയിൽ കൊണ്ടുപോയി. ആ തട്ടാൻ 2 പ്രതിമയുടെയും തൂക്കി നോക്കി, വെയിറ്റ് നോക്കിയിട്ട് അവൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ദൈവത്തിൻ്റെ പ്രതിമയ്ക്ക് 1000 രൂപയും ഈ കുതിരയുടെ പ്രതിമയ്ക്ക് 3000 രൂപയും തരാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇയാൾക്ക് കേട്ട അയാൾക്ക് ഭയങ്കര ദേഷ്യം. നിനക്ക് ബുദ്ധിയുണ്ടോ? എൻ്റെ ദൈവത്തിന് 1000 രൂപ, 1000 രൂപ എന്ന് പറയുന്നത് അക്കാലത്ത് വലിയ ഒരു പണമാണ് അല്ലയോ. പക്ഷേ ഇവൻ എന്താ ദേഷ്യം വന്നതെന്ന് വെച്ചാൽ, എൻ്റെ ദൈവത്തിന് 1000-ഉം ദൈവത്തിൻ്റെ വാഹനത്തിന് 3000-ഉം തരാമെന്ന് പറയുന്നല്ലോ, നിനക്ക് ബുദ്ധിയുണ്ടോ? ഏതിനാ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയേ, ഏതാ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടിയേ? ദൈവത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടിയേ? നീ അതിന് 1000 തരുന്നു, അതിൻ്റെ വാഹനത്തിന് 3000 തരുന്നു, നിനക്ക് അറിവുണ്ടോ, ബുദ്ധിയുണ്ടോ എന്ന് ഇവൻ വഴക്ക് പറഞ്ഞു. അപ്പോൾ ആ തട്ടാൻ പറഞ്ഞു, നിനക്കാണ് ബുദ്ധിയില്ലാത്തത്, നീ സംസാരിക്കുന്നതാണ് അബദ്ധം. ഞാൻ നിൻ്റെ ദൈവത്തിനെയോ കുതിരയെയോ ദൈവമായിട്ടോ കുതിരയായിട്ടോ ഒന്നുമല്ല കാണുന്നത്. എന്നെ സംബന്ധിച്ചവരെ നിൻ്റെ ദൈവത്തിൻ്റെ പ്രതിമയ്ക്ക് വെയിറ്റ് നോക്കിയാൽ അതിന് കിട്ടുന്ന പണം 1000. നിൻ്റെ ദൈവത്തിൻ്റെ വാഹനമായ കുതിര വെയിറ്റ് കൂടുതൽ, അതുകൊണ്ട് അതിന് 3000 തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇതിനെ ഒരു സ്വർണ്ണ
സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാതെ അതിനെ നീ പൂജിക്കുന്ന ദൈവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അതിൻ്റെ സ്വർണം, അതിൻ്റെ വില, അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ വില, എനിക്കതേ കാണാനുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞ പോലെ ഈ ഏകനാഥ് മഹാരാജയ്ക്കും ഈ രാംജായുടെ കഥയ്ക്കും എന്തുവാ കണക്ഷൻ എന്ന് വെച്ചാൽ, ഈ ഏക്നാഥ് മഹാരാജ് എന്ന അദ്ദേഹം സെൽഫ് റിയലൈസ്ഡ് യോഗിയാണ്. അദ്ദേഹം മുക്തി നേടിയ ഒരു മഹാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഏക്നാഥ് മഹാരാജ് എന്ന് പേര് വെച്ചത്. ഏക്നാഥ് എന്ന് വെച്ചാൽ ഏകം എന്ന് വെച്ചാൽ ഒന്ന്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചവരെ ഈ ലോകത്തിനെ ഒന്നായിട്ടാണ് കാണുന്നത്. അതായത് ഈ ലോകത്ത് ഉള്ളതെല്ലാം ഒന്ന്. ആ ഒന്ന് എന്തുവാ? ദൈവം. ദ യൂണിവേഴ്സ് ഈസ് ഗോഡ് എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഒരു ദൈവമാണ്. അപ്പം ഏകനാഥ് മഹാരാജനെ സംബന്ധിച്ചവരെ പണമുള്ളവൻ, പണമില്ലാത്തവൻ, പഠിച്ചവൻ, പഠിക്കാത്തവൻ, ബുദ്ധിയുള്ളവൻ, ബുദ്ധിയില്ലാത്തവൻ, അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാം ഒന്ന്. എല്ലാവരുടെ മനസ്സിലും ഉള്ളത് ആ ദൈവമാണ്. അങ്ങനെയാണ് ഈ ഏകനാഥ് മഹാരാജ് കാണുന്നത്. അദ്ദേഹത്തിന് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്ങനെ ഈ തട്ടാൻ ആ പ്രതിമയെ സ്വർണമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ വില. അതുപോലെ ഏകനാഥ് മഹാരാജിനും എല്ലാവരും ഒന്ന്. അപ്പം അദ്ദേഹത്തിന് ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, പഠിച്ചവൻ, പഠിക്കാത്തവൻ, ഉള്ളവൻ, ഇല്ലാത്തവൻ, അങ്ങനെ യാതൊരു വ്യത്യാസവും. അപ്പം ഏകനാഥ് മഹാരാജയുടെ മനോഭാവത്തിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ടാണ് ഈ ആട്ടിടയൻ്റെ കഥയും പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ ഏകനാഥ് മഹാരാജ് ബ്രാഹ്മണനാണ്. അപ്പം ഈ ഒരു ദിവസം ഒരു പെണ്ണ്, താഴ്ന്ന ജാതിയിലുള്ള ഒരു പെണ്ണ് ഈ ഏകനാഥ് മഹാരാജാവിനെ കണ്ട് തൊഴുത് പറയുന്നു, നിങ്ങളാണ് എൻ്റെ ദൈവം, ഞാൻ നിങ്ങളെയാണ് പൂജിക്കുന്നത്. എനിക്ക് അതിന് മേലെ വലുതായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പം താങ്കൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം, ഞാൻ ധന്യയാകും എന്ന് പറഞ്ഞു. അതിനെന്താ, വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഏകനാഥ് മഹാരാജ് ഒരു ദിവസം ഈ താഴ്ന്ന ജാതിയിലുള്ള വന്ന് വിളിച്ച ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് വന്നു. ആ പെണ്ണിനും ഭയങ്കര സന്തോഷമായി. അങ്ങനെ പോയി. അപ്പം ഈ കാര്യം വെളിയിൽ ലോകത്ത് അറിഞ്ഞു. ആ ഗ്രാമത്തിലുള്ള എല്ലാവരുടെ വായിലും ഈ സംഗതി കയറി ഇറങ്ങി. അവിടെ ഒരു പാട്ടായി. ഇപ്പം 20th സെഞ്ച്വറി 21st സെഞ്ച്വറിയിലല്ല, പണ്ടേ കാലത്തെ ഈ കഥയൊക്കെ ഉണ്ടാക്കുന്നതും പരദൂഷണം പറയുന്നതും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അക്കാലത്തൊക്കെ കൂടുതൽ. എന്നുവെച്ചാൽ അപ്പം ഈ ജാതി മത വ്യത്യാസം ഒരുപാടുണ്ടായിരുന്നു. ഉയർന്ന ജാതി, താഴ്ന്ന ജാതി. ഇപ്പോഴൊക്കെ നമുക്ക് നല്ല പോലെ കുറച്ചൊക്കെ പഠിത്തമൊക്കെ കൂടി വരുമ്പോഴേ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കരുത്, ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നൊന്നും ഇല്ല എന്നൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അക്കാലത്ത് അവരുടെ തൊഴിൽ വെച്ചാണല്ലോ ഈ ജാതി പിരിവിനെ വന്നത്. അതുകൊണ്ട് അപ്പം അത് വലുതായിരുന്നു. നമുക്കിപ്പോൾ അത് വലുതല്ല, നമുക്കിപ്പോൾ എല്ലാം ഒന്നാണ്. അക്കാലത്ത് അങ്ങനെയല്ല. അപ്പം ഉയർന്ന ജാതിയിലുള്ളവന്മാർ ഈ തീണ്ടത്തഹാതെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അക്കാലത്തൊക്കെ ഈ ഓരോ സ്ഥലത്തും 2 കിണർ വെച്ചേക്കും. ഒരു കിണറിൽ നിന്ന് എല്ലാവരും പോയി വെള്ളം എടുക്കും. ഈ തുടരുതാത്ത, അതായത് താഴ്ന്ന ജാതിയിലുള്ളവരൊക്കെ ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കരുത്, വേറൊരു കിണർ അവർക്ക് കുഴിച്ചിടും, അതിൽ നിന്ന് വേണം അവർ വെള്ളം എടുക്കാൻ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. പക്ഷേ ദൈവം സഹായിച്ച് ഇപ്പോൾ അങ്ങനെയൊന്നും വലുതായിട്ടൊന്നും ഇല്ല. അത് നല്ലതാണ്. അതിനും ഒരുപാട് മഹാന്കൾ അതിന് പിന്നാലെ പാടുപെട്ടിട്ടുണ്ട്, നമുക്ക് ഇങ്ങനത്തെ ഒരു തിരിച്ചറിവ് തരാൻ. ഓക്കെ, അത് നല്ലത്. പക്ഷേ അക്കാലത്ത് അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് ഈ എല്ലാവരുടെ വായിലും ഈ കഥയായിരുന്നു സംസാരം. ഏകനാഥ് മഹാരാജ് ഒരു ബ്രാഹ്മണനാണ്. അവൻ
താഴ്ന്ന ജാതിയിലുള്ള ഒരു പെണ്ണ് വിളിച്ചു എന്ന് പറഞ്ഞ് അവളുടെ വീട്ടിൽ പോയി ഇവൻ കഴിച്ചു. അപ്പം ഇനി ഇയാൾ, അതായത് അവൻ്റെ ജാതിയുടെ ധർമ്മം അയാൾ പാലിച്ചില്ല എന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണൻ അങ്ങനെ പോയി കഴിക്കാൻ പാടില്ല, ഇവൻ പോയി കഴിച്ചു. അതുകൊണ്ട് ബ്രാഹ്മണ കുലത്തിനെ ചീത്തപ്പേര് കൊണ്ടുവന്നു. അതുകൊണ്ട് ഇവനെ ബ്രാഹ്മണ കുലത്തിൽ നിന്ന് മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ തീർമാനിച്ച് ഏകനാഥ് മഹാരാജിനെ ബ്രാഹ്മണ കുലത്തിൽ നിന്ന് മാറ്റിവെച്ചു. ഏകനാഥ് മഹാരാജയ്ക്ക് എന്തുവാ, ഒരു ചുക്കുമില്ല, എന്നെ ഒരു ചുക്കും ചെയ്യാനില്ല എന്നുള്ള ഒരു മട്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അക്കാലത്തെ അത്രയും ഉയർന്ന തളത്തിലായിരുന്നു, സാധാരണ മനുഷ്യൻ്റെ ലെവലിലല്ല. അപ്പോൾ അദ്ദേഹത്തിന് ലോകത്ത് കാണുന്നതെല്ലാം ഒന്ന്, എല്ലാവരുടെയും മനസ്സിൽ ജീവാത്മാവുണ്ട്, അതെല്ലാം പരമാത്മായുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്, എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ഭാവത്തിലാണ് അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഈ ഒരു വർഷത്തിൽ 15 ദിവസം ഈ പിതൃക്കൾക്ക് എന്നുള്ള ദിവസങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇന്നാണ് തുടങ്ങുന്നത്. അതായത് ഇന്നലെ പൗർണമി. അപ്പം ഈ പൗർണമി കഴിഞ്ഞ് പ്രഥമ തൊട്ട് അടുത്ത അമാവാസ്യ വരെ ഈ മാസം ഇതിന് മഹാളയ കൃഷ്ണപക്ഷം എന്ന് പറയും. മഹാളയ കൃഷ്ണപക്ഷം എന്ന് പറയുന്ന ഈ 15 ദിവസവും നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പൂജ ചെയ്യണം. ഒരു വർഷത്തിൽ 15 ദിവസം. ആ അമാവാസയുടെ അന്ന് ഒരുപാട് നല്ല രീതിയിൽ പിതൃക്കളെ ഓർത്ത് തർപ്പണം ചെയ്യും. അത് നോക്കിയോണേ, ഈ ഇന്നലെ പൗർണമിയാണോ, അപ്പോൾ പൗർണമി തൊട്ട് അടുത്ത അമാവാസ വരെ 15 ദിവസം പിതൃക്കൾക്ക് നിന്ന് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ രായും പകലും പിതൃക്കളെ വിചാരിച്ച് തൊഴണമെന്ന് അങ്ങനെയല്ല. രാവിലെ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് കുറച്ച് പച്ചരി ചോറ് വെച്ച് അവർക്ക് പിണ്ടമിടുക. 15 ദിവസവും നമ്മൾക്ക് അറിയാവുന്നവർ മരിച്ചുപോയോ അവരെല്ലാവരെയും വിചാരിച്ച് 15 ദിവസം പിതൃതർപ്പണം ചെയ്യണം. അമാവാസ്യയ്ക്ക് നല്ല കേമത്തിൽ ചെയ്യണം, അന്നദാനം കൊടുക്കണം, വസ്ത്രദാനം കൊടുക്കണം, അതൊക്കെ ചെയ്യണം. അവരുടെ പേരും പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ അവർക്ക് പ്രീതി ഉണ്ടാകത്തുള്ളൂ, അപ്പോഴേ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടത്തുള്ളൂ. അത് അമാവാസ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രഥമ തൊട്ട് നവരാത്രി ദൈവത്തിനെ പൂജിക്കണം. അപ്പോൾ ഇതിൽ തന്നെ എങ്ങനെ നമ്മളുടെ നമുക്ക് മുമ്പേ ഉള്ളവർ എങ്ങനെ എല്ലാത്തിനെയും കറക്റ്റായിട്ട് അളന്ന് തിരിച്ച് വെച്ചിരിക്കുന്നു നോക്കണം. നമ്മൾ ദൈവത്തിന് നവരാത്രി എന്ന് പറയുന്നത് 9 രാത്രി ദേവിയുടെ ഉപാസന ചെയ്യണം, ദേവിയെ തൊഴണം. അത് 3 ദിവസം മഹാകാളിയായിട്ടും അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായിട്ടും അതിൻ്റെ അടുത്ത 3 ദിവസം സരസ്വതിയായിട്ടും ഒക്കെ നമ്മൾ തൊഴും. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം ദൈവത്തിനെ തൊഴുന്നതിന് മുമ്പേ തന്നെ പിതൃക്കൾക്ക് ഉള്ളതാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് പിതൃക്കളെ 15 ദിവസം ആരാധിച്ച് അവരുടെ പ്രീതി വാങ്ങിച്ചിട്ട് പിന്നെ നീ ദൈവത്തിൻ്റെ അടുത്ത് പോ എന്നാണ് വച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ. അപ്പം ഇപ്പം ആ 15 ദിവസവും ആളുകൾ എല്ലാവരെയും വിളിച്ച് അന്നദാനമൊക്കെ കൊടുക്കും, ശാപ്പാട് കൊടുക്കും വീട്ടിൽ. അങ്ങനെ ഏകനാഥ് മഹാരാജ ബ്രാഹ്മണനല്ലയോ, ചെയ്യാനായിട്ട് ആളുകളെയൊക്കെ വിളിച്ച് കൂട്ടിയപ്പം ബോയ്ക്കോട്ട് ചെയ്തു, ആരും വന്നില്ല. ഓക്കെ, ഏകനാഥിനെ സംബന്ധിച്ചവർ വന്നാൽ വാ സന്തോഷം, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടാതിരുന്നു. പിന്നെ അപ്പോൾ എല്ലാവരും ബോയ്ക്കോട്ട് ചെയ്തു. ആരും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയില്ല, കഴിച്ചില്ല, ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, അദ്ദേഹം എന്നും പോലെ എല്ലാം പരബ്രഹ്മവേ, കാണുന്നതെല്ലാം പരബ്രഹ്മമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇരുന്നു. 15ാമത്തെ ദിവസം, അതായത് ഇനി വരുന്ന 15ാമത്തെ ദിവസം അമാവാസ്യയാണല്ലോ. ആ അമാവാസ്യയ്ക്ക് അദ്ദേഹം ഇതുപോലെ എല്ലാവരെയും വിളിച്ചു വരുത്തി, ഫുഡൊക്കെ റെഡിയാക്കി വിളിച്ചു വരുത്തിയപ്പം ഈ ആരൊക്കെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരത്തില്ല എന്ന് പറഞ്ഞോ അവരുടെയൊക്കെ പിതൃക്കൾ വന്ന് കഴിച്ചു. ഇതാണ് അവിടുത്തെ ക്ലൈമാക്സ്. ഈ കഥയുടെ ക്ലൈമാക്സ് അതാണ്. ആരൊക്കെ
ആരൊക്കെ ഏക്നാഥ് മഹാരാജ് വിളിച്ചോ, വീട്ടിൽ അന്നദാനത്തിന് വിളിച്ചോ, ആരൊക്കെ ബോയ്ക്കോട്ട് ചെയ്തോ, ആരൊക്കെ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല, നിങ്ങൾ ഒരു തീണ്ടത്തഹാതെ അല്ലെങ്കിൽ കുറഞ്ഞ ജാതിയിലുള്ള ഒരു പെണ്ണിൻ്റെ വീട്ടിൽ പോയി കഴിച്ചു, അതോടുകൂടി നിങ്ങളെ ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുവാണ്, അതുകൊണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വന്ന് കഴിക്കത്തില്ല എന്ന് ആരൊക്കെ പറഞ്ഞോ, അവരുടെയൊക്കെ പിതൃക്കൾ അന്ന് വരാൻ പോകുന്ന ആ അമാവാസയ്ക്ക് ഏക്നാഥ് മഹാരാജയുടെ വീട്ടിൽ വന്ന് സുഭിക്ഷമായിട്ട് കഴിച്ചിട്ട് പോയി. അപ്പം അതായത് ഇപ്പം എന്തിനാ ഇത്രയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ഇത്രയും മുക്താനന്ദ എഴുതിയിട്ടുണ്ട്. അപ്പം മുക്താനന്ദ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് സ്വാമി മുക്താനന്ദയ്ക്ക് ഈ ഏക്നാഥ് മഹാരാജയുടെ കഥ കേട്ടപ്പം വലിയ തോതിലത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സംസർഗം അങ്ങനെയൊക്കെ ആയിരുന്നുകൊണ്ടേ, അതായത് ചിലരൊക്കെ അതിനെ കുറിച്ച് ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തു. അതുകൊണ്ട് ഇദ്ദേഹം ഇതൊക്കെ ചുമ്മാ, ഇങ്ങനെയൊക്കെ കഥയുണ്ടോ, അതൊക്കെ ചുമ്മാ എന്നൊക്കെ പറഞ്ഞ് വെച്ചിരുന്നു മനസ്സിൽ. പക്ഷേ ഇപ്പം എന്ന് സ്വാമി മുക്താനന്ദ സ്വയം തൻ്റെ ധ്യാനത്തിൽ ബ്ലൂ സ്റ്റാറിൽ കയറി, എന്ന് പിതൃലോകത്ത് പോയി, അദ്ദേഹത്തിന് അറിയാവുന്ന ആൾക്കാരെല്ലാം പിതൃലോകത്ത് ഉണ്ടെന്ന് കണ്ടുപിടിച്ചോ, കണ്ണുകൊണ്ട് കണ്ടോ, അന്ന് മനസ്സിലായി ഏകനാഥ് മഹാരാജയുടെ കഥ 100% ശരിയാണ്. എന്തുവാ ശരി? അതായത് അദ്ദേഹം ആ അമാവാസ, മഹാളയ അമാവാസയുടെ അന്ന് ആരൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരത്തില്ലെന്ന് പറഞ്ഞോ, അവരുടെ പിതൃക്കൾ വന്ന് കഴിച്ചിട്ട് പോയത് സത്യമാണ് എന്നുള്ളത് ഇദ്ദേഹത്തിന് 100% ബോധ്യമായി. അതാണ് പറയാൻ വരുന്നത്. അപ്പം മുക്താനന്ദ പറയുന്നത് പിതൃലോകമുണ്ട്, നമ്മുടെ കൂടെ ഇരുന്ന് മരിച്ചവരെല്ലാം പിതൃലോകത്തുണ്ട്, അവർക്ക് തർപ്പണം ചെയ്യണം, അവരുടെ അനുഗ്രഹം വാങ്ങിക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ പിതൃലോക സഞ്ചാരത്തിൻ്റെ കൂടെ നമുക്ക് പറയാൻ വരുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. അത്രയൊക്കെ ഉള്ളു മെയിനായിട്ട്. അതേപോലെ ഇദ്ദേഹം ഇനിയൊരു ഇത് നമ്മുടെ ദുഃഖാരാം മഹാരാജിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ദിസ് ടൈം ഇസ് എ മാഡ് അതായത് ദുഃഖാരാം മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരം വെളുത്ത ഇരുട്ടിയ ധ്യാനമാണ്, മെഡിറ്റേഷന്, ഡേ ആൻഡ് നൈറ്റ്. ദിസ് വാസ് മൈ ഓക്കുപ്പേഷൻ എന്ന് വെച്ചാൽ തൊഴിൽ. അപ്പം രായും പകലും എൻ്റെ ജോലി എന്ന് പറയുന്നത് ധ്യാനിക്കുക, ദൈവത്തിനെ വിചാരിച്ച് ധ്യാനിക്കുക എന്ന് ദുഃഖാരാം മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പം നമ്മുടെ മുക്താനന്ദായും തുടങ്ങിയിരിക്കുന്നത്. മുക്താനന്ദയ്ക്ക് രാവിലെ ധ്യാനം, ഉച്ചയ്ക്ക് ധ്യാനം, വൈകുന്നേരം ധ്യാനം, രാത്രി ധ്യാനം. ധ്യാനം ചെയ്യാത്ത സമയത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കുക, അല്ലറ ചില്ലറ ചില ജോലികൾ ചെയ്യുക, ബാക്കി എല്ലാ സമയവും ധ്യാനത്തിലാണ്. അങ്ങനെ പറഞ്ഞ് ഈ ചാപ്റ്ററിനെ ക്ലോസ് ചെയ്യുന്നു. അപ്പം ഇപ്പം ഈ കഥകളൊക്കെ ഇത്രയും വിശദീകരിച്ച് ഞാനും പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ വിശ്വസിക്കണം, നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ നമ്മളുടെ കടമയെ ചെയ്യണം. ഇനിയൊരു കാര്യം മുക്താനന്ദ പറയുന്നുണ്ട്, നമ്മുടെ അമ്മയും അച്ഛനും നമ്മൾ ഒരുപാട് കടമപ്പെട്ടിട്ടെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ബാധ്യസ്ഥരാണ്. അവർ മരിച്ചു പോയ പിന്നീട് അവർക്ക് പിണ്ടം വയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒരച്ഛനെ സംബന്ധിച്ചവരെ അച്ഛൻ്റെ ബിന്ദു, അമ്മയുടെ സംബന്ധിച്ചവരെ അമ്മയുടെ മുട്ട, അവരുടെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷനിലാണ് നമ്മളുണ്ടായത്. ഓരോ ജന്മവും ഓരോ വ്യക്തിയും ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ എവിടെ നിന്നുണ്ടായി? നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെയും ദേഹത്തു നിന്നുണ്ടായതാണ്. അപ്പം അവർ മരിച്ചു പോയ പിന്നീട് അവർക്ക് പിതൃലോകത്തിരിക്കുമ്പോഴും നമ്മൾ അവരെ സന്തോഷിപ്പിക്കണം, അവർക്ക് വേണ്ടിയത് നമ്മൾ കൊടുക്കണം, അവരുടെ പേരും പറഞ്ഞ് ദാനധർമ്മങ്ങൾ ചെയ്യണം. അതിന് നമുക്ക് 100% ഉത്തരവാദിത്വം ഉണ്ട്.
നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നാണ് മുക്താനന്ദ പറയുന്നത്. സോ എനിക്കിതിൽ ഏറ്റവും സന്തോഷം, ഇത് കോയിൻസിഡൻസ് ആണ്, യാദൃശ്യമായിട്ട് വന്നതാണ്. ഇന്ന് തൊട്ട് വരുന്ന 15 ദിവസങ്ങളിലാണ് നമ്മൾ ഈ പിതൃക്കൾക്കായിട്ട് എല്ലാ ദിവസവും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുത്ത് പിതൃതർപ്പണം ചെയ്യണം. അമ്മയ്ക്കും അച്ഛനും മാത്രമല്ല, നമുക്കറിഞ്ഞ എല്ലാ പിതൃക്കളെയും ഓർത്ത് വേണം കുറച്ച് ചോറ് ഒന്നീ പിണ്ടം വയ്ക്കുക, അല്ലെങ്കിൽ തർപ്പണം ചെയ്യുക. തർപ്പണം ചെയ്താണ് പിണ്ടം വെച്ച് തർപ്പണം ചെയ്ത് കാക്കയ്ക്ക് കൊടുക്കുക. എല്ലാ ദിവസവും മറക്കാതെ ഇത് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാം നല്ലപടിയായിട്ട് നടക്കട്ടെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയെ ഇവിടം വെച്ച് തീർക്കാം. അടുത്ത വീഡിയോയിൽ വേറെ ഒരു പുതിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ അറിവ് നൽകുന്ന ഒരു വീഡിയോ ആണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്. ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മളുടെ എക്സ്പീരിയൻസിൽ നമുക്ക് ഈ ജന്മത്തിൽ ഉണ്ടാകുന്നോ ഇല്ലയോ, അറ്റ്ലീസ്റ്റ് അറിഞ്ഞെങ്കിലും വെച്ചേക്കണം. അറിയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ അതിന് പുറമെ നടക്കുന്നതും നടക്കാത്തതും ദൈവത്തിൻ്റെ കയ്യിൽ. ദൈവത്തിൻ്റെ കയ്യിലെന്ന് വെച്ചാൽ അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടേച്ച് നമുക്ക് ചുമ്മാ ഇരിക്കാൻ ഒക്കത്തില്ല. നമ്മൾ ശ്രമിക്കുക, എത്ര നമുക്ക് ശ്രമിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് ശ്രമിക്കുക. എല്ലാ സാധനപാതയിൽ കൂടെ നമ്മൾ നടക്കുക, സാധനകൾ ചെയ്യുക, അതിൽ കൂടെ നമുക്ക് മുക്തി നേടാൻ ശ്രമിക്കുക. ഇല്ലേ? നന്ദി, നമസ്കാരം.